ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പനീർ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് പൊടി കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സവാള ഇവിടെ നിന്ന് നല്ലോണം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം. ചെറിയ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതിലേക്ക് നമുക്ക് ചെറിയ 2 തക്കാളി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വരെ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. സവാള മൂക്കാൻ വേണ്ടിയുള്ള ഉപ്പാണ് ഇട്ടിരുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ വഴറ്റിയെടുത്തതാണിത്. ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തേക്കണത്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് കാണിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി, ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസോളം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ലവണ്ണം കിടന്നൊന്ന് വേകട്ടെ. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയുടെ പാലാണ് ചേർക്കേണ്ടത്. അതും കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം. ഇതൊന്ന് നല്ലവണ്ണം വെന്ത് യോജിക്കട്ടെ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ വേണമെന്നില്ല, തേങ്ങയിപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നമ്മുടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. അപ്പം നമ്മുടെ പനീർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ